ശബരിമലയിലെ റോപ്പ് വേ വിഷയം ജൂൺ 9 മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേരുന്ന വന്യജീവി ബോർഡ് പരിഗണിക്കും എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS പ്രശാന്ത്. സാങ്കേതികമായുള്ള അനുമതി മാത്രമാണ് അവിടെ നിന്നും ലഭിക്കാനുള്ളത്. അത് ഉടൻ തന്നെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അനുമതി ലഭിച്ചാൽ ഉടൻ പദ്ധതിക്ക് തറക്കല്ലിടുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ജനം TVയോട് പറഞ്ഞു. ജൂൺ 9 മുഖ്യമന്ത്രി അധ്യക്ഷനായിട്ടുള്ള വൈൽഡ് വെൽഫെയർ ബോർഡുണ്ട്. അത് ചേരുന്നൊന്നും ഞാൻ മനസ്സിലാക്കുന്നത് അതിലും ഒരു സാങ്കേതികമായ പ്രശ്നം മാത്രമാണ്. അവിടെ നിന്നൊരു ചെറിയ പെർമിഷൻ കിട്ടിയാൽ നമുക്ക് അതൊന്ന് വെച്ച് അജണ്ടയാക്കി പാസ്സാക്കണം. ഇവിടുത്തെ നോഡൽ ഓഫീസർ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിലേക്ക് ബാക്കിയൊക്കെ കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി വെറും സാങ്കേതികമാണ്. അതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ കിട്ടും. അനുമതി ലഭിച്ചാൽ ഉടൻ പദ്ധതിക്ക് തറക്കല്ലിടുമെന്നും അദ്ദേഹം അറിയിച്ചു. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന മെയ് കഴിഞ്ഞു ജൂണിലെങ്കിലും ഇത് നമുക്ക് ഇതിൻ്റെ ശിലാസ്ഥാപനം നിർവഹിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ അശ്രാന്ത പരിശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അരുൺ കൊടുങ്ങൂർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, ശബരിമലയിലെ റോപ്പ് വേ വിഷയത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ്? തീർച്ചയായും കഴിഞ്ഞ മണ്ഡലകാലത്തിന് ശേഷം, അതായത് ഈ ജനുവരി അവസാനത്തോടെ അല്ലെങ്കിൽ ഫെബ്രുവരി ആദ്യത്തോടെ ശബരിമലയിലെ ഈ റോപ്പ് വേ പദ്ധതിക്ക് തറക്കല്ലിടാനായിരുന്നു ദേവസ്വം ബോർഡ് ആലോചിച്ചിരുന്നത്. ദേവസ്വം മന്ത്രി VN വാസവൻ ഈ മണ്ഡലകാലത്തിൻ്റെ തുടക്കത്തിൽ അത് കൃത്യമായി പറയുകയും ചെയ്തിരുന്നു. പക്ഷേ സർക്കാരിൽ നിന്നുള്ള അനുമതി, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി അധ്യക്ഷനായുള്ള വന്യജീവി ബോർഡിൻ്റെ അനുമതി ലഭിക്കാത്തതാണ് ഈ ഒരു പദ്ധതി മുന്നോട്ട് പോകാൻ കാരണമായിട്ടുള്ളത്. ദേവസ്വം ബോർഡിന് ഈ ഒരു വിഷയത്തിൽ കടുത്ത അതൃപ്തി ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഇത് ഇത്ര വൈകിപ്പിക്കുന്നത് എന്നുള്ളൊരു വലിയ ചോദ്യമായിരുന്നു ദേവസ്വം ബോർഡ് മുന്നോട്ട് വെക്കുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ ആ ഒരു പ്രശ്നം ഇപ്പോഴും അനന്തമായി നീളുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ ജൂൺ 9 ചേരുന്ന വന്യജീവി ബോർഡിൽ, മുഖ്യമന്ത്രി നേതൃത്വത്തിൽ ചേരുന്ന വന്യജീവി ബോർഡിൽ ഈ വിഷയം പരിഗണിക്കുമെന്നാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിച്ചിരിക്കുന്നത്. ഇത് സാങ്കേതികമായ ചില കാര്യങ്ങൾ മാത്രമാണ് ഇതിലുള്ളത്. മറ്റ് അനുമതികളെല്ലാം തന്നെ റോപ്പ് വേ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ അനുമതി കൂടി ലഭിച്ചാൽ, അതായത് അടുത്ത മാസത്തോടെ, ജൂൺ മാസത്തോടെ ഈ റോപ്പ് വേ പദ്ധതിക്ക് തറക്കല്ലിടുമെന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത്. 24 മാസമാണ് ഈ റോപ്പ് വേ പദ്ധതി പൂർത്തിയാക്കാനായി ദേവസ്വം ബോർഡിന് പ്രതീക്ഷിക്കുന്നത്. ഇതിന് ശേഷം ശബരിമലയുടെ ഒരു സമഗ്ര വികസനത്തിന് ഉതകുന്ന ഒരു പദ്ധതിയാകും ഇത് എന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത്. പക്ഷേ പല തരത്തിലുള്ള എതിർപ്പുകൾ നിലനിൽക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് എന്നത് ഈ വനംവകുപ്പിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു എതിർപ്പാണ്. അതായത് ഈ ഭക്തരെ ഒരു കാരണവശാലും കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളതാണ് വനം വകുപ്പ് ഈ പദ്ധതിയുമായി മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ശബരിമലയിലേക്കുള്ള സാധന സാമഗ്രികൾ മാത്രമായിരിക്കും ഇതിൽ കൊണ്ടുപോകാൻ അനുവദിക്കുക. അതോടൊപ്പം തന്നെ അത് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചു വേണം ഇത് കൊണ്ടുപോകാൻ എന്നുകൂടി അവർ പറയുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായി പറയുന്നത് ഈ സുരക്ഷയുടെ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ അവർ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്. അതായത് ഈ റോപ്പ് വേ പദ്ധതി വന്നാൽ ട്രാക്ടർ പൂർണ്ണമായും ഒഴിവാക്കുമെന്നാണ് വനം വകുപ്പ് പറയുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ 2011 ആരംഭിച്ച ഒരു പദ്ധതിയാണ് ശബരിമല റോപ്പ് വേക്ക് വേണ്ടി ആരംഭിച്ച. പക്ഷേ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, പ്രതിസന്ധി മൂലം അത് ഇങ്ങനെ അനന്തമായി നീളുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ പദ്ധതി ജീവൻ വെക്കുമെന്നുള്ള ഒരു പ്രത്യാശയിലാണ് ദേവസ്വം ബോർഡ് നിലവിലുള്ളത്. അതുതന്നെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വാക്കിൽ നിന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന രോഹിണി. ശരി, അരുൺ കൊടുങ്ങൂറാണ് വിവരങ്ങൾ നൽകിയത്.